2025 വേസ്റ്റ് പ്ലേയിങ് ഇലവൻ ഒന്ന് പരിശോധിച്ചാലോ. 11 പേരാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ആരെയും കൊണ്ടുവരുന്നില്ല. 12-ാമനെ ഒന്നും കൊണ്ടുവരുന്നില്ല. 12-ാമനായിട്ട് ഞാൻ കോച്ചിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ ടീമിൽ നമുക്കൊരു ക്യാപ്റ്റൻ ഉണ്ട്, വിക്കറ്റ് കീപ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ആളെ മനസ്സിലായി കാണും എന്തായാലും കേട്ടോ. സോ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന 2025 IPL ഏറ്റവും വേസ്റ്റ് പ്ലേയിങ് ഇലവൻ. ഒന്നാമതായിട്ട് ജേക്ക് ഫ്രേസർ 9 കോടി കൊടുത്ത് ഡൽഹി റിട്ടേൺ ചെയ്ത ഒരു പ്ലെയറാണ്. എന്നാ പെർഫോമൻസ് ആണ് ടീമിന് വേണ്ടി കാഴ്ചവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് സത്യം പറഞ്ഞാൽ പറയേണ്ടിയിരിക്കുന്നു. ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും ടീമിന് വേണ്ടി കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഒരു മിനിമാറൊക്കെ വന്നല്ലോ, അപ്പോഴത്തേന് നേരെ പുള്ളി ആസ്ട്രേലിയയിലോട് തിരിച്ചു വിളിച്ചപ്പോഴത്തേന് പുള്ളി പറഞ്ഞു ഞാൻ വരത്തില്ല, എനിക്ക് ഈ വെള്ളം കൊണ്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല, പറ്റുമെങ്കിൽ എന്നെ ഓപ്പണിംഗ് ആണ്. ഡൽഹി പറഞ്ഞു വേണ്ട, അവിടെ തന്നെ ഇരുന്നു, വരാത്തേ നല്ലത്, 9 കോടി എന്നാലും വെള്ളത്തിൽ പോയത് ഞങ്ങളങ്ങ് വിചാരിച്ചു. അതുപോലത്തെ ഒരു മോശം പ്ലെയർ ആയിരുന്നു ജേക്ക് ഫ്രേസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും ടീമിന് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതായിട്ട് കോൺവേ, സത്യം പറഞ്ഞാൽ CSKയുടെ പ്ലെയർ ആണ്. ഒരുപാട് അവസരം CSK കൊടുത്ത അവസരത്തിലൊക്കെ 2020 എങ്ങനെ ടെസ്റ്റ് കളിക്കുന്നത്, 2020 എങ്ങനെ വൺ ഡേ ഫോർമാറ്റിൽ കളിക്കുന്നത് എന്ന് പുള്ളി നല്ലപോലെ തെളിയിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു കളിയിൽ വന്നിട്ട് ഹൈയസ്റ്റ് സ്കോർ 69 എടുത്തു. 2020 എങ്ങനെ വൺ ഡേ ആക്കാം, 2020 എങ്ങനെ ടെസ്റ്റ് കളിക്കാം എന്നുള്ള കളിയായിരുന്നു കോൺവേ തെളിയിച്ചത്. ഒരു രീതിയിലും സത്യം പറഞ്ഞാൽ 2020 പറ്റിയ ഒരു പ്ലെയർ ആണെന്ന് കോൺവേ കാണുമ്പോൾ തോന്നുന്നേ ഇല്ല. ചെന്നൈയെ പരാജയപ്പെടുത്താൻ മുമ്പിൽ നിന്ന് നയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു കോൺവേ. അതുപോലെ തന്നെ നമ്പർ 3 ഈ ടീമിന്റെ ക്യാപ്റ്റനും കൂടെയാണ് ഋഷഭ് പന്ത്. 27 കോടി കൊടുത്ത് ടീമിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേ എല്ലാവരും പറഞ്ഞു ഇതൊരു നനഞ്ഞ പടക്കമാണ്, പൊട്ടത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഗോയങ്കജി കേട്ടില്ല. ഗോയങ്കജിയും സഹീർ ഖാനും കൂടെ ചേർന്നാണ് ടീമിലോട്ട് കൊണ്ടുവന്നത്. സഹീർ ഖാന്റെ ഇഷ്ടത്തിലും ഗോയങ്കജിയുടെ ഇഷ്ടത്തിലും ടീമിലേക്ക് കൊണ്ടുവന്നു. എന്റെ അവനാടിലുള്ള എല്ലാ അമ്പും കൂടെ വാരി വിതറി അവസാനത്തെ കളിയിൽ പോയി 100 എടുത്തു. ടീമിനെ തോൽപ്പിക്കാൻ മുമ്പിൽ നിന്ന ക്യാപ്റ്റൻ, ഒരു രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു ക്യാപ്റ്റൻ. അതുപോലത്തെ ഒരു പ്ലെയർ ആയിരുന്നു ഋഷഭ് പന്ത്. ഒരു രീതിയിലും 27 കോടിക്ക് പറ്റിയ ഒരു പ്ലെയറേ അല്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പെർഫോമൻസ്, 27 കോടിയുടെ ഒരു പെർഫോമൻസ് ഒന്നും ഋഷഭ് പന്തിന്റെ ബാറ്റിൽ നിന്ന് അങ്ങനൊന്നും വരാൻ പോകുന്നില്ല. ചിലപ്പം ഇതുപോലെ അവസാനത്തെ കളി കളിച്ച പോലെ ഏതെങ്കിലും ഒരു കളിയിൽ വന്നിട്ട് ഒരു ഇന്നിങ്സ് കളിക്കുമായിരിക്കും. പക്ഷെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു ആവറേജ് ഇന്നിങ്സ് കളിച്ചിട്ട് പോകാമായിരുന്നു. ഒരു രീതിയിൽ അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ആവറേജ് തന്നെ പരിശോധിക്കും, കേവലം 24 റൺസിന്റെ ആവറേജാണ് പുള്ളിക്കുള്ളത്. ഒരു ക്യാപ്റ്റനാണെന്ന് ഓർക്കണം. ഒക്കെയുള്ള കളിയിലും വന്നിട്ട് 10 റൺസിൽ താഴെ ഔട്ടായി പോകുന്ന ഒരു പെർഫോമൻസ് ഋഷഭ് പന്ത് കാഴ്ചവെച്ചത്. ക്യാപ്റ്റൻ മോസ്റ്റ് വേസ്റ്റ് ക്യാപ്റ്റൻ. അതുപോലെ തന്നെ നമ്പർ 3 ഋഷഭ് പന്ത്. നമ്പർ 4 നിതീഷ് കുമാർ റെഡ്ഡി. 2024 പെർഫോമൻസ് വന്നാലും 2020 ടീമിലേക്ക് കൊണ്ടുവന്നു. ടെസ്റ്റിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. 2020 ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചു. 2025 വന്നപ്പോഴത്തെ ഡ്യൂപ്ലിക്കേറ്റ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. നമ്പർ 4 പരീക്ഷിക്കുന്നു, നമ്പർ 5 നമ്പർ 6 നമ്പർ 7 എല്ലാം പരീക്ഷിച്ചു. എന്തോ ഭാഗ്യത്തിന് എന്തായാലും അവർ ടീമിൽ നിന്ന് എടുത്ത് പുറത്തിട്ടില്ല. അവസരങ്ങളെല്ലാം കൊടുത്തു. ഒരു രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. വളരെ ദയനീയമായ ഒരു ഫോം ആയിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിക്ക് എന്ന് പറഞ്ഞിരിക്കും. ആവറേജ് തന്നെ പരിശോധിക്കുമ്പോൾ 27 ആവറേജ്. സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ കേവലം 118 സ്ട്രൈക്ക് റേറ്റ്. ഹൈയസ്റ്റ് സ്കോർ വന്നിട്ട് വെറും 32 റൺസ്. ഒരു രീതിയിലുള്ള ഇമ്പാക്ട് കാണിക്കാൻ ഈ പ്രാവശ്യം എന്നാൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കും. സോ നമ്പർ 5 ഡേവിഡ് മില്ലർ. LSGയുടെ പ്ലെയർ ആണ്. 2024 ഗുജറാത്ത് എടുത്ത് ടീമിൽ നിന്ന് പുറത്തേക്ക് കളയുന്നു. അവിടെ ഒരു പെർഫോമൻസും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. 2025 നോക്കുവാണെങ്കിൽ അതേ തനി ആവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു രീതിയിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരു സൈഡിൽ ഋഷഭ് പന്ത് തലവേദന, രണ്ടാമത്തെ സൈഡിൽ ഡേവിഡ് മില്ലർ തലവേദന, മൂന്നാമത്തെ സൈഡിൽ ബഡോണി തലവേദന. ആ ടീമിന് മിക്കുള്ള പ്ലേയേഴ്സും കുറെ മിഡിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ തലവേദനയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഒരു തലവേദനയായിരുന്നു ഡേവിഡ് മില്ലർ. വെറും 30 റൺസിന്റെ ആവറേജാണ് പുള്ളിക്കുള്ളത്. സ്ട്രൈക്ക് റേറ്റ് നോക്കുമെങ്കിലും കേവലം 127 സ്ട്രൈക്ക് റേറ്റ് മാത്രമേ ഉള്ളൂ. സോ ഈ പ്രാവശ്യം വളരെ മോശമായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്നാൽ IPL വരുമ്പോഴത്തേന് ഡേവിഡ് മില്ലറിന്റെ പെർഫോമൻസ് ചോദ്യചിഹ്നമാണെന്ന് പറയാം. മിക്കവാറും LSG എടുത്ത് പുറത്തേക്ക് കളയാനാണ് ചാൻസ്. അടുത്ത IPL ആരെങ്കിലും എടുത്തെന്ന് പറയാം. അത്രയ്ക്ക് മോശം പെർഫോമൻസ് ആണ് ഡേവിഡ് മില്ലർ 2024 2025 കാഴ്ചവെച്ചത്. പിന്നെ നമ്പർ 6 ഹിറ്റ്മർ, രാജസ്ഥാൻ റോയൽസിലെ ഫിനിഷർ. സത്യം പറഞ്ഞാൽ ഇവനെ ഫിനിഷർ ഒന്നും വിളിക്കരുത്. 4 കളിയാണ് ഇവൻ തോൽപ്പിച്ചത്. ജയിക്കേണ്ട 4 കളി ഇവനെ പിന്നെ ഫിനിഷർ എന്ന് വിളിച്ചിട്ട് എന്നാ ചെയ്യാനാണ്? ആ ജോസേട്ടനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞ് ടീം നിലനിർത്തിയ ഒരു പ്ലെയറാണ്. കിട്ടി, ചോദിച്ചു വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. വേലിയിരുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെക്കുന്നൊക്കെ ഉള്ള ഒരു പരഞ്ചോളുണ്ടല്ലോ, അതേ അവസ്ഥയായിരുന്നു. വേലിയിരുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചു. 4 കളി ജയിക്കേണ്ട കളിയായിരുന്നു. ഹിറ്റ്മർ വന്ന് തോപ്പിച്ചിട്ട് പോയിരുന്നു. അത്രയ്ക്ക് വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഹിറ്റ്മർ കാഴ്ചവെച്ചത്. ടീം നിലനിർത്തിയതിലെ ഏറ്റവും ഒരു വേസ്റ്റ് പ്ലെയർ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഹിറ്റ്മർ എന്ന് പറഞ്ഞിട്ട്. അത്ര ദയനീയമായ ഒരു പെർഫോമൻസ്. ഏകദേശം 11 കോടിയാണ് പുള്ളിക്ക് വേണ്ടി മുടക്കിയത്. എന്നാൽ ഒരു പെർഫോമൻസ് പുള്ളിയുടെ ബാറ്റിൽ നിന്ന് ഒരു കളിയിലെങ്കിൽ ജയിപ്പിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞില്ലെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. ഹിറ്റ്മർ വളരെ മോശം പെർഫോമൻസ്. സോ നമ്പർ 7 പിന്നെ അശ്വിൻ. പുള്ളി സത്യം പറഞ്ഞാൽ ഇപ്പം ക്രിക്കറ്റർ അല്ല, ഹാഫ് ക്രിക്കറ്ററും ഹാഫ് യൂട്യൂബറുമാണ്. നേരെ സ്റ്റുഡിയോയിലോട്ട് ചെല്ലും, അവിടെ ഇന്റർവ്യൂ ആണ്. രവീന്ദ്ര ജഡേജയുമായിട്ടുള്ള ഇന്റർവ്യൂ, അല്ലെങ്കിൽ വേറെ ആരുമായിട്ടുള്ള ഇന്റർവ്യൂ. പുള്ളിക്ക് ഇപ്പം ക്രിക്കറ്റ് കളിക്കാനൊന്നും സമയമില്ല സത്യം പറഞ്ഞാൽ. പുള്ളി ഫുൾ ടൈം ഇന്റർവ്യൂലാണ് ഫോക്കസ് ചെയ്തത്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അറിയാലോ, നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. അതിനകത്ത് ഫുൾ ഇന്റർവ്യൂ ആണ്.
കളി അങ്ങോട്ട് തീരും, നേരെ ചെല്ലുക ഇന്റർവ്യൂ ആണ്. നമ്മുടെ BGT കണ്ടായിരുന്നല്ലോ, BGT നേരെ IPL ഓപ്ഷനെ കുറിച്ചുള്ള സംസാരമായിരുന്നു. ഗംഭീറിന് കാര്യം മനസ്സിലായി. ഗംഭീർ പറഞ്ഞില്ല, കടക്ക് പുറത്ത്. ഗംഭീർ എടുത്ത് ടീമിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞു. അങ്ങനെ ചെന്നൈ വലിയ കാര്യത്തിൽ ടീമിലേക്ക് കൊണ്ടുവന്ന ഒരു പ്ലെയറാണ്. ചെപ്പോക്കില് സ്വന്തം മണ്ണില് സ്വന്തം നാട്ടില് ഒരു പെർഫോമൻസ് പോലും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അത്ര ദയനീയമായിരുന്നു അശ്വിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അശ്വിൻ നമ്പർ 7 പറ്റിയ ഒരു പ്ലെയറെ അല്ലായിരുന്നു. ഈ പ്രാവശ്യത്തെ ഏറ്റവും മോശം ഒരു പ്ലെയർ ആയിരുന്നു. ബാറ്റിംഗിൽ പരീക്ഷിച്ചു, രക്ഷയില്ല. ബോളിംഗ് പരീക്ഷിച്ചു, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഇനി ടീമിന് പറ്റിയ ഒരു പ്ലെയറെ അല്ല സത്യം പറഞ്ഞാൽ അശ്വിൻ. ടീമിന് എടുത്ത് കളയേണ്ട സമയമായി. ഒരു ടീം എന്റെ അഭിപ്രായത്തിൽ എടുക്കരുത് പുള്ളി യൂട്യൂബറായിട്ട് ഫുൾ ടൈം യൂട്യൂബറായിട്ട് വർക്ക് ചെയ്യും. അതായിരിക്കും അശ്വിന് നല്ലത്. ഇത് നോക്കുമെങ്കിൽ മുഹമ്മദ് ഷാ സ്റ്റോണിസ് വന്ന് അടിച്ചൊരു അടി എന്റെ അമ്മോ കണ്ണീന്ന് പൊന്നിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് അതുപോലത്തെ അടിയാ പുള്ളി അടിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. സ്റ്റോണിസ് ഒരു ഫോമില്ലാത്ത സ്റ്റോണിസാ വന്ന് അടിച്ചിട്ട് പോയത്. അവിടുന്ന് സ്റ്റോണിസ് നോക്കുമെങ്കിൽ ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഷാമി അടിച്ചു, സ്റ്റോണിസ് എന്നാലും ഹീറോ ആയി. സ്റ്റോണിസിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. ഷാമി നോക്കുവാണെങ്കിൽ വളരെ ദയനീയമായിരുന്നു. എനിക്കൊന്ന് ഇഞ്ചുറിയിൽ നിന്ന് എത്രമാത്രം റിക്കവർ ആയത് കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഷാമി. സോ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു നമ്പർ 8 മുഹമ്മദ് ഷാമി. റാഷിദ് ഖാൻ, ഗുജറാത്ത് ടൈറ്റൻസിന്റെ റാഷിദ് ഖാൻ 2024 നോക്കുവാണെങ്കിലും വളരെ ദയനീയ പെർഫോമൻസ്. 2025 നോക്കുവാണെങ്കിലും വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു റാഷിദ് ഖാന്റെ എന്ന് പറയുന്നത്. പുള്ളിക്ക് ഇഞ്ചുറി ആയിരുന്നു, ബാക്ക് ഇഞ്ചുറി ആയിരുന്നു. എത്രമാത്രം റിക്കവർ ആയിരുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. മിക്കുള്ള കളിയിൽ എടുത്തിട്ട് അടിക്കുമായിരുന്നു. അലക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ അലക്ക്, സത്യം പറയുന്നത് നല്ല രീതിയിൽ അലക്ക് കൊണ്ടും റാഷിദ് ഖാന് നല്ല രീതിയിൽ അടി കൊണ്ടു. 1-2 കളിയിൽ തല്ല് കൊള്ളാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കും. ബാക്കിയുള്ള കളിയിലെല്ലാം നല്ല രീതിയിൽ അടി കൊണ്ടു. ഏകദേശം 55 ഓവർ എറിഞ്ഞു, 514 റൺസാണ് പുള്ളി വഴങ്ങുന്നത്. നല്ല രീതിയിൽ പുള്ളിക്ക് അടി കൊണ്ടു എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ റാഷിദ് ഖാന് കഴിഞ്ഞില്ല ഈ പ്രാവശ്യം. പിന്നെ നമ്പർ 10 സന്ദീപ് ശർമ്മ, രാജസ്ഥാൻ റോയൽസിന്റെ പ്ലെയർ ആണ്. പുള്ളിയുടെ കയ്യിൽ 2 ആയുധേ ഉള്ളൂ. ഒന്ന് സ്ലോ ബോൾ എറിയും, രണ്ടാമത് സ്ലോ ബൗൺസ് എറിയും. സ്ലോ ബോൾ അല്ലെങ്കിൽ സ്ലോ ബൗൺസർ. അതേ പറയാൻ ബാറ്റർമാർക്ക് പുള്ളിയെ തിട്ടമായിരുന്നു പറഞ്ഞിരിക്കുന്നു. അറിയാം, ഒന്നി അവൻ സ്ലോ ബോൾ അല്ലെങ്കിൽ സ്ലോ ബൗൺസർ എറിയും. ഈ 2 കാര്യമേ പുള്ളിയുടെ കയ്യിലുള്ളൂ. അതുപോലെ ഒന്ന് സ്ലോ ബോൾ, സ്ലോ ബൗൺസർ എറിയുന്നു. എടുത്തിട്ട് അലക്കിന്ന് പറഞ്ഞിരിക്കുന്നു. സമത് പോലും, വലിയ ഫോമില്ലാത്ത സമത് പോലും ഈ പ്രാവശ്യം എടുത്തിട്ട് അലക്കി പോലെ വന്നു. അതുപോലത്തെ മോശം പെർഫോമൻസ് ആയിരുന്നു സന്ദീപ് ശർമ്മ വന്ന് കാഴ്ചവെച്ചത്. ഒരു രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ടീമിനെ പരാജയപ്പെടുത്താൻ, തല്ല് വാങ്ങി കൂട്ടാൻ സന്ദീപ് ശർമ്മയ്ക്കായി. സോ സന്ദീപ് ശർമ്മ നമ്പർ 10. നമ്പർ 11 അതേ ടീമിലെ പ്ലെയർ തന്നെ ദേശ്പാണ്ഡെ. സത്യം പറഞ്ഞാൽ CSKയിലൊക്കെ നിന്നപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് കേട്ടോ. എന്നാൽ ഇങ്ങോട്ട് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഓപ്പണിംഗ് ബോൾ ചെയ്യിപ്പിക്കണോ, മിഡിൽ ഓവറിൽ എറിയിപ്പിക്കണോ, ഡെത്ത് ഓവർ എറിയിപ്പിക്കണോ, ഒരു പിടിയില്ലായിരുന്നു അവർക്ക്. കൊടുക്കുന്ന ഓവറെല്ലാം നല്ല രീതിയിൽ റണ്ണ് വഴങ്ങുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ അടി വാങ്ങിച്ചു കൊടുക്കും. സന്ദീപ് ശർമ്മന്റെ അനിയനായിട്ട് പറയാം, അല്ലെങ്കിൽ സന്ദീപ് ശർമ്മയുടെ ചേട്ടനായിട്ട് പറയാം. രണ്ടും മത്സരമായിരുന്നു ഒന്നിനൊത്ത് ആരാ കൂടുതൽ അടി വാങ്ങുന്നതെന്ന്. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു ദേശ്പാണ്ഡെ വന്ന് ഈ പ്രാവശ്യം കാഴ്ചവെച്ചത്. വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ദേശ്പാണ്ഡെ കാഴ്ചവെച്ചെന്ന് പറയുന്നത്. സോ ഇതാണ് പ്ലേയിങ് 11. പിന്നെ എന്റെ ടീമിന്റെ കോച്ച് ആരാ നിങ്ങൾക്ക് അറിയണ്ടേ? രാജസ്ഥാൻ ടീമിന്റെ കോച്ച് എന്നാ രാഹുൽ ദ്രാവിഡ്. എന്നാ എക്സ്പെരിമെന്റ് ആണ് കാഴ്ചവെച്ചത്. ഓരോ കളിയിലൊന്നും ഓരോരോ എക്സ്പെരിമെന്റ് കാഴ്ചവെക്കുന്നത്. അസരങ്ക എടുത്ത് പറയാം, നീ പോയി നമ്പർ 5 ബാറ്റ് ചെയ്യും, സ്പിന്നർമാരെയൊക്കെ അടിച്ച് ഓടിക്കും. അസരങ്ക വന്ന് ബാറ്റ് ചെയ്ത് 3 കളിയിൽ ബാറ്റ് ചെയ്തു 7 റൺസ്. ഓരോ കളിയിൽ ഓരോരോ എക്സ്പെരിമെന്റ് പുള്ളി നടത്തുന്നത്. ബോളർമാരെ മാറ്റി പരീക്ഷിക്കും, അങ്ങോട്ട് മാറ്റുന്നു, ഇങ്ങനെ മാറ്റുന്നു. കളി തോറ്റിട്ടും പുള്ളിയുടെ എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ടില്ല. അടുത്ത വർഷം വരുമായിരിക്കും എക്സ്പെരിമെന്റ് കാണിക്കാൻ. രാഹുൽ ദ്രാവിഡ് അവിടെ ഉണ്ടെങ്കിൽ ടീമിന്റെ കാര്യത്തിൽ ഏകദേശം കട്ടപ്പുകയെന്ന് പറഞ്ഞിരിക്കുന്നു. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ടീം, കഴിഞ്ഞ പ്രാവശ്യം പ്ലേ ഓഫ് കളിച്ച ഒരു ടീമിനെ ഈ പ്രാവശ്യം നമ്പർ 9 കൊണ്ടെത്തിക്കാൻ ഞാൻ പറയുന്നു രാഹുൽ ദ്രാവിഡിന്റെ പെർഫോമൻസ് വളരെ വലുതായിരുന്നു. ഇതാണ് എന്റെ IPL ബേസ്റ്റ് പ്ലേയിങ് 11. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക.